വിവാദങ്ങൾക്കിടെ ADGP MR അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡലിന് ശുപാർശ. DGPയാണ് സർക്കാരിന് ഈ ശുപാർശ നൽകിയത്. അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡൽ നൽകണമെന്ന ശുപാർശ നേരത്തെ കേന്ദ്രം തള്ളിയിരുന്നു. പിണറായി സർക്കാരിൽ സൂപ്പർ DGP ആയി താക്കോൽ സ്ഥാനത്തിരുന്ന വിവാദ നായകനെ വീണ്ടും വെള്ളപൂശാനുള്ള നീക്കത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഏത് ഘട്ടത്തിലാണ് ഈ നീക്കം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. DGP റാങ്കിന് തൊട്ടരികെ നിൽക്കുമ്പോഴാണ് ഈ നീക്കം വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നേരത്തെ നമുക്കറിയാം ചുമതലകളിൽ നടക്കം മാറ്റിയിരുന്നു എന്നുള്ളത്. ക്രമസമാധാന ചുമതലയുടെ ADGP ആയി നിൽക്കുന്ന സമയത്തായിരുന്നു DGP തന്നെ അന്ന് അന്വേഷണം നടത്തിയിരുന്നു. ആ DGP തന്നെയാണ് ഇപ്പോൾ ഈ ശുപാർശ നൽകുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ എന്തായിരിക്കാം ഇക്കാര്യത്തിൽ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, IB റിപ്പോർട്ട് നേരത്തെ എതിരായിരുന്നു. പലതവണയും IB റിപ്പോർട്ട് എതിരായിരുന്നു ADGP MR അജിത് കുമാറിന് 4 തവണ. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ശുപാർശകളൊക്കെ തന്നെ തള്ളിയ സാഹചര്യവും ഉണ്ടായിരുന്നത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല RSS കൂടിക്കാഴ്ച വിവാദം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ RSS കൂടിക്കാഴ്ച വിവാദത്തിൽ പെട്ടുപോയ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യം. മാത്രമല്ല രാഷ്ട്രപതിയുടെ മെഡലിന് വേണ്ടി ആയിരുന്നു ആ ശുപാർശ, ആ കൂടിക്കാഴ്ച നടന്നത് എന്ന ആരോപണം നിലനിൽക്കെ കൂടിയുള്ള സാഹചര്യം എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അന്നത്തെ ആരോപണം DGP നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ തീരുമാനം ഇനി എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത്. കേന്ദ്ര സർക്കാർ വിശദമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഈ ശുപാർശ DGPയുടെ ഭാഗത്തുനിന്ന് പോകുന്നത്. അപ്പോൾ നേരത്തെക്കാട്ടിലും കൂടുതൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമൽ തേനംപറമ്പിൽ കൂടുതൽ വിശദീകരണം നൽകും. അടുത്ത DGPയെ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട്. ആ പട്ടികയിൽ 6ാമത്തെ പേരുകാരനാണ് ADGP MR അജിത് കുമാർ. ADGP MR അജിത് കുമാറിനെ സർക്കാർ വഴിവിട്ട് സഹായിക്കുന്നു എന്നൊരു ആരോപണം പ്രതിപക്ഷത്തു നിന്നും ഉയരുന്നുണ്ട്. നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. അങ്ങനെ പലവിധങ്ങളായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ കിടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോഴും അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡലിനുള്ള പട്ടികയിലേക്ക് അജിത് കുമാറിൻ്റെ പേര് ശുപാർശ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാകുന്നതിനെ വരും ദിവസത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നടക്കം ചോദ്യം ഉയരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല DGP ആക്കുന്നതിന് മുന്നോടിയായുള്ള ഒരു നീക്കമാണോ ഇതെന്നൊരു സംശയം കൂടി ഉയർന്നു വരുന്നുണ്ട്. ആ പട്ടികയിൽ പ്രഥമ പേരുകളിൽ ഒന്നുമല്ല അജിത് കുമാർ ഉള്ളത് എങ്കിൽ കൂടി ഈ തുടർച്ചയായുള്ള കഴിഞ്ഞ ദിവസം ഒരു വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നടപടികളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയം തോന്നുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 തവണ MR അജിത് കുമാറിൻ്റെ പേര് വിശിഷ്ട സേവാ മെഡലിനുള്ള പട്ടികയിലേക്ക് ശുപാർശ ചെയ്ത് കേന്ദ്രത്തിന് അയച്ചിരുന്നതാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിന് അത് നിരസിക്കുകയായിരുന്നു. മാത്രമല്ല അജിത് കുമാറിനേക്കാൾ വളരെ ജൂനിയറായ ഉദ്യോഗസ്ഥർക്ക് ഈ വിശിഷ്ട സേവാ മെഡൽ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും DGPയുടെ ശുപാർശ സർക്കാരിന് മുന്നിലുണ്ട്. തുടർ നടപടികൾ എന്തെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കും.